Hello friends, I am Tulasi. Welcome to 4th dimension. ഇത് നമ്മൾ 7th ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചും ഗോസ് തിയറത്തെ കുറിച്ചും അതിൻ്റെ പ്രൂഫും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം ആണ് പഠിക്കേണ്ടത്. അതിൽ 3 ആപ്ലിക്കേഷൻ പഠിക്കണം. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അപ്പം നമുക്കൊരു ലോങ് വയറുണ്ട്. ആ വയറല്ല, സ്ട്രെയിറ്റ് ആണ് വയർ. അതിൽ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ ചാർജുകൾ യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഈ ഫിഗറിനകത്ത് ദിസ് റെപ്രസെന്റ്സ് ആക്ച്വലി ദ വയർ ക്യാരിങ് പോസിറ്റീവ് ചാർജസ് യൂണിഫോംലി. ഈ വയറിന്റെ ചാർജ് ഓൺ യൂണിറ്റ് ലെങ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, 10-30 മീറ്റർ നീളമുള്ള ഒരു വയറാണെങ്കിൽ അതിനകത്ത് 1 മീറ്റർ നീളം എത്ര ചാർജ് കൊണ്ട് നമ്മൾ നോക്കുക. അതിനെ ലീനിയർ ഡെൻസിറ്റി എന്നാണ് വിളിക്കുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ വയർ. Linear density of charge on the wire, that is equal to lambda. അങ്ങനെ lambda assumption. ഈ charges present in the charges on the wire creates an electric field in the surrounding region, and we have to find out the strength of electric field at a point distant r from the wire. And for that, you are imagining a Gaussian cylinder around the wire of radius r, length L, with a wire on the axis. അപ്പോൾ അങ്ങനെ ഗോസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗോസിയൻ സിലിണ്ടർ ഇമാജിൻ ചെയ്യുന്നു. ഈ വയറിന് ചുറ്റുമായിട്ട് അതിൻ്റെ റേഡിയസ് r ആയിരിക്കും, അതുപോലെ തന്നെ ലെങ്ത് L. ഈ വയർ എവിടെ വരും? ദാറ്റ് കംസ് അലോങ് ദ ആക്സിസ്. അങ്ങനെ അസ്യൂം ചെയ്തു, ശരിയല്ലേ? ആൻഡ് വി കൻ സീ ദാറ്റ് ദിസ് ഗോസിയൻ സിലിണ്ടർ ഹാസ് 2 പ്ലെയിൻ സർഫസസ് or flat surfaces S2 and S3. മുകളിലും താഴെയും 2 ഫ്ലാറ്റ് സർഫസുകൾ കാണും, S2 S3. ഇവിടെ വരുന്ന ഒരു കർവ്ഡ് സർഫസ് കാണും. അപ്പോൾ നമ്മൾ നെയിം ചെയ്തേക്ക് നോക്കി. S1 is the curved surface of the Gaussian cylinder. S2 and S3 are the upper and lower plane surface of the cylinder. ഈ കർവ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ ആ കർവ്ഡ് സർഫസിൽ നമ്മളൊരു എലിമെന്ററി ഏരിയ കൺസിഡർ ചെയ്യുന്നു, DS1. Its direction is along the normal, and also the electric field at a point inside this elementary area is acting radially outward. അപ്പം അങ്ങനെ E എന്ന് പറയുന്ന ഈ വെക്ടറും DS1 എന്ന് പറയുന്ന ഏരിയ വെക്ടറും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് അത് പാരലൽ അല്ലേ? പാരലൽ ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന 4S1 വെക്ടർ E പാരലൽ ടു വെക്ടർ DS1. Therefore, whatever the angle between them, therefore the angle theta is equal to 0. ഇനി നമ്മൾ S2 എന്ന് പറയുന്ന പ്ലെയിൻ സർഫസ് എടുക്കുക. അപ്പോൾ ഈ ഫ്ലാറ്റ് സർഫസിന്റെ പ്രത്യേകത, അവിടെ നമ്മൾ എടുക്കുന്ന ഏരിയ കണ്ടില്ല, DS2 എന്ന് പറഞ്ഞ എലിമെന്ററി ഏരിയ എടുക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയതുകൊണ്ട് ഈ പോയിന്റിലും ഈ ഡയറക്ഷനിലേ വരുള്ളൂ. അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന നോർമലിലാണ് DS2 വരുന്നത്. അപ്പോൾ ആ DS2 ഡയറക്ഷനും ഈ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ ഫോർ ദ സർഫസ് S2, വെക്ടർ E is perpendicular to vector DS2. So the angle theta is equal to 90 degree. Then what about for S3? There also we can see for S3, direction of electric field is perpendicular to direction of the area DS3. So that here also the angle theta is equal to 90 degree. The angle 90 degree. Then now we are going to find out the total flux coming through the Gaussian surface. So we are writing the total flux through the Gaussian surface. Total flux through the Gaussian cylinder. Total flux of the Gaussian cylinder phi is equal to, അതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെ? സാധാരണ സർഫസ് ഇന്റഗ്രൽ വെക്ടർ E ഡോട്ട് വെക്ടർ DS. നമ്മുടെ ഗോസിയൻ സർഫസിന് 3 സർഫസില്ലേ, ഒന്ന് കർവ്ഡ് S1 ഉണ്ട്, S2 ഉണ്ട്, S3 ഇല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഇന്റഗ്രേഷൻ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ phi is equal to 3 സർഫസിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യു ആർ ടേക്കിംഗ് S1. അപ്പോൾ S1 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സർഫസ് ഇന്റഗ്രൽ ഫോർ S1 വെക്ടർ E ഡോട്ട് വെക്ടർ DS1 പ്ലസ്, ഇനി അടുത്തത് S2 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ഫോർ S2 വെക്ടർ E ഡോട്ട് വെക്ടർ DS2 പ്ലസ്
തേർഡ് സർഫസ് S3 അല്ലേ, അവിടുത്തെ ഫ്ലക്സ് എടുക്കുകയാണെങ്കിലോ സർഫസ് ഇന്റഗ്രൽ വെക്ടർ E ഡോട്ട് വെക്ടർ DS3. ഈ 3 ഫ്ലക്സ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ശരിക്കും ഈ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? ഇന്റഗ്രൽ ഫോർ S1 E ds1 cos, what is the angle between E and ds1? 0 plus surface integral E ds2 cos, അവരുടെ ആംഗിൾ 90 അല്ലേ, 90 plus surface integral E ds3 cos 90. cos 90 0 അല്ലേ, അപ്പോൾ ഈ വാല്യൂ 0 ആയിട്ട് മാറും. This value also becomes 0 അല്ലേ. അപ്പോൾ ആ ഫ്ലക്സിന്റെ വാല്യൂ എത്ര കിട്ടും? That flux value is equal to 0. Then the flux of the Gauss surface phi is equal to surface integral for S1 E ds1. ഈ രണ്ടെണ്ണം ക്യാൻസൽ ആയി പോയി, അത് രണ്ട് 0 ആയി മാറിയില്ലേ, പിന്നെ cos 0 1 അല്ലേ. അപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ എത്ര കിട്ടും? surface integral E ds1. And when you observe the strength of electric field at a point on the surface of the curved surface of the cylinder, at each and every point that value remains constant. എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഈ കർവ്ഡ് സർഫസിൽ എവിടെ നമ്മൾ പോയിന്റ് എടുത്താലും, ഇപ്പോൾ ഇവിടെ എടുത്താലും ഈ ഭാഗത്ത് നമ്മൾ എടുത്താലും അവിടെ എല്ലാം ഈ വയറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ആ സർഫസിൽ കംപ്ലീറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇയെ പുറത്തെടുക്കാം. അപ്പോൾ ഫൈ എത്ര കിട്ടും? ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ ds1. സർഫസ് സർക്കിൾ DS1 എന്ന് പറയുമ്പോൾ DS1 ആരുടെ എലിമെന്ററി ഏരിയ ആണ്? കർവ്ഡ് സർഫസിന്റെ അല്ലേ. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന കർവ്ഡ് സർഫസിന്റെ മൊത്തം ഏരിയ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ബട്ട് സർഫസ് ഇന്റഗ്രൽ ഫോർ S1 ds1 ഈസ് ഈക്വൽ ടു 2πrl. ശരിയല്ലേ? സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിന്റെ ഏരിയ ആണ് 2πrl. സോ ദ ഫ്ലക്സ് ബിക്കംസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു 2πrl. This is a total value flux associated with the Gaussian cylinder considered around the wire. Now we are going to observe how much charge is enclosed by the Gaussian cylinder of the wire. ഈ വയറിന്റെ ഇവിടെ നമ്മൾ ഗോസിയൻ സിലിണ്ടർ ലെങ്ത് കാണുന്ന L അല്ലേ. അപ്പോൾ ഈ വയറിന്റെ L ലെങ്തിൽ നിൽക്കുന്ന ചാർജുകളായിരിക്കും ഗോസിയൻ സിലിണ്ടറിന്റെ ഉള്ളിൽ വരിക. നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തില്ലേ, ലീനിയർ ഡെൻസിറ്റി ഓഫ് ചാർജ് ലാംഡ എന്ന് പറഞ്ഞ ചാർജോട് യൂണിറ്റ് ലെങ്ത് അല്ലേ, അത് നമുക്കറിയാമല്ലോ. എങ്കിൽ ഈ L ലെങ്തിൽ നിൽക്കുന്ന ചാർജ് അല്ലേ നമ്മുടെ ഗോസിയൻ സിലിണ്ടറിനകത്ത് വരുന്നുള്ളൂ. സോ ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സിലിണ്ടർ, ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സിലിണ്ടർ, charge enclosed by the Gaussian cylinder, sigma q is equal to L into lambda. ഇനി നമുക്ക് ഗോസ് തിയറം അപ്ലൈ അല്ലേ. ബൈ ഗോസ് തിയറം, അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഗോസ് തിയറം ആണല്ലോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അപ്ലൈ ദ ഗോസ് തിയറം. ബൈ ഗോസ് തിയറം phi is equal to 1 by epsilon naught times sigma q, total charge. In the place of phi, we can write the value E into 2πrl is equal to 1 by epsilon naught times sigma q L lambda. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും L നമുക്ക് ക്യാൻസൽ ആക്കാം അല്ലേ. അപ്പോൾ L ക്യാൻസൽ ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ E into 2πr is equal to lambda divided by epsilon naught. So finally E is equal to strength of electric field in the surrounding point is given by E is equal to lambda divided by 2 pi epsilon naught into R. And this is the expression for finding out the strength of electric field at a point inside the electric field created by the charged wire. ഇനി ഇതിനെ വെക്ടർ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലേക്ക് വരുന്ന യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പ് ആണ് നമ്മൾ ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എന്ത് കിട്ടുമെന്ന് നോക്കിയാൽ E is equal to lambda divided by 2 pi epsilon naught into R. ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ വെക്ടർ ആണ് നമ്മൾ എഴുതുന്നത്, വെക്ടർ ഫോം അല്ലേ. അതിൻ്റെ കൂടെ എന്തോടെ കൊടുക്കുക? യു ആർ ഗിവിങ് ദ ആർ ക്യാപ്പ്. അപ്പം ഡയറക്ഷനായി അല്ലേ. ദിസ് ഇസ് എ വെക്ടർ ഫോം. ഇതാണ് വെക്ടർ ഫോം വരുന്നത്. ഇത് അതിൻ്റെ സ്കെയിലർ ഫോം ആയിരിക്കും.
ഈ ഡെറിവേഷനകത്ത് കാണുന്ന ഒരു പ്രത്യേകത, ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ്. ദേ നോക്കിയേ, ഇക്വേഷനകത്ത് ഡിനോമിനേറ്ററിൽ ആർ വരുന്നില്ലേ, ഈ പ്രപ്പോർഷണൽ ടു 1/r എന്ന് പറയുന്ന ഒരു കണക്ഷൻ അവിടെ കിടപ്പുണ്ട് അല്ലേ. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പല പോയിന്റിൽ പല സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതുകൊണ്ടൊരു വയർ when a uniformly charged wire when creates electric field in the surrounding region, that electric field is non-uniform. അപ്പോൾ നമ്മൾ സെക്കൻഡ് ആപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ചേ, ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. ഇപ്പോൾ ഒരു വലിയ ഷീറ്റാണ് വിച്ച് ഈസ് യൂണിഫോംലി ചാർജ്ഡ്. അപ്പോൾ നമ്മുടെ ഫിഗറിനകത്ത് ഇതാണ് യൂണിഫോമായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന ലാർജ് ഷീറ്റ്. ഇതാണ് ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഒരുപാട് വരുന്ന ഒരു വലിയ ഷീറ്റാണ്, മെറ്റൽ ഷീറ്റില്ല. ചാർജസ് ആർ ദ ഷീറ്റ് ഈസ് ക്യാരിങ് ചാർജസ് യൂണിഫോംലി. എല്ലായിടും ഒരുപോലെ ചാർജ് വന്നു കഴിഞ്ഞാൽ here we are taking the charge on unit area, that is called surface charge density. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യം തന്നെ ഇതിനകത്ത് നമ്മൾ എഴുതുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദ ഷീറ്റ് or charge on unit area equal to sigma. ഈ ഷീറ്റിൽ നിൽക്കുന്ന ചാർജുകൾ, it is creating an electric field in the surrounding region and we have to find out the strength of electric field at a point in the electric field. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു സിലിണ്ടർ ഇമാജിൻ ചെയ്യും. ആ സിലിണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് 2r, ക്രോസ് സെക്ഷൻ ഏരിയ a and its axis is perpendicular to the plane of the sheet. ഇങ്ങനെ ഒരു സിലിണ്ടറിനെ ഇമാജിൻ ചെയ്യും. ഈ സിലിണ്ടറിനെ ഇമാജിൻ ചെയ്ത സമയത്ത് ഫോർ ദ ഏരിയ എ, ക്രോസ് സെക്ഷൻ ഏരിയ എ, ദ ഡയറക്ഷൻ ഓഫ് നോർമൽ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആറ്റ് ദ സെയിം ഡയറക്ഷൻ. കാരണം ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ചാർജ് ചെയ്ത കണ്ടക്ടറിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഏത് ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് അവിടെ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഓഫ് ഏരിയ തീറ്റ 0 ആയിരിക്കത്തില്ലേ. ഇതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ സിലിണ്ടറിന്റെ പ്ലെയിൻ സർഫസിനും തീറ്റയുടെ വാല്യൂ എത്ര തന്നെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നമ്മളിവിടെ ഈ കർവ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ ഫോർ ദ കർവ്ഡ് സർഫസ് ഡയറക്ഷൻ ഓഫ് എലിമെന്ററി ഏരിയ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മേക്സ് ആൻ ആംഗിൾ 90 ഡിഗ്രി. സോ ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ കർവ്ഡ് സർഫസ് ബിക്കംസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് അതേ കൂടി ഇലക്ട്രിക് ഫ്ലക്സ് ഇല്ല. അതുകൊണ്ട് ഈ ഫ്ലക്സ് ഓഫ് ദ ഗോസിയൻ സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ ഫ്ലക്സ് ഓഫ് ദ ഗോസിയൻ സിലിണ്ടർ phi is equal to പിന്നെ പ്ലെയിൻ സർഫസിന്റെ ഫ്ലക്സ് വരുന്നത് നോർമലും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയതുകൊണ്ട് അതിന്റെ വാല്യൂ വരുന്നത് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ പ്ലസ് ഈ സൈഡ് അത് തന്നെ വരും ഇ ഇൻറ്റു എ. പക്ഷേ കർവ്ഡ് സർഫസിന്റെ വാല്യൂ നേരത്തെ തന്നെ പറഞ്ഞു 0 എന്ന് പറഞ്ഞു. സോ ടോട്ടൽ ഫ്ലക്സ് ബിക്കംസ് 2EA. കഴിഞ്ഞല്ലോ. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സിലിണ്ടർ. അത് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് വേണം. ഈ ഷീറ്റിന്റെ എത്ര ചാർജ് അതിൻ്റെ ഉള്ളിൽ വരുന്നു നമ്മൾ നോക്കണം അല്ലേ. അപ്പം അടുത്ത സ്റ്റെപ്പിൽ പോകുന്നത് നമ്മൾ എന്താ, ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സിലിണ്ടർ. ചാർജ് എൻക്ലോസ്ഡ് ഗോസിയൻ സിലിണ്ടർ നമുക്ക് സിഗ്മ ക്യൂ എന്ന് എടുക്കാം അല്ലേ. സിഗ്മ ക്യൂ ഈസ് ഈക്വൽ ടു ഇതിന്റെ ഈ ഷീറ്റിന്റെ എത്ര ഏരിയ ആണ് ശരിക്കും സിലിണ്ടറിനുള്ളിൽ വരുന്നത്? ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ആണെങ്കിൽ ഈ ഷീറ്റിന്റെ എ എന്ന് പറയുന്ന ഏരിയയ്ക്കുള്ളിൽ നിൽക്കുന്ന ചാർജാണ് നമ്മുടെ ഗോസിയൻ സിലിണ്ടറിന്റെ ഉള്ളിൽ വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ ചാർജ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയും, നമ്മൾ നേരത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് എടുത്തില്ലേ, അതറിയാമെങ്കിൽ ഈ സിഗ്മ എന്ന് പറഞ്ഞ ചാർജ് ഓൺ യൂണിറ്റ് ഏരിയ ദെൻ ചാർജ് ഓവർ ദി ഏരിയ എ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ ഇൻറ്റു എന്നെടുത്താൽ പോരെ. സോ സിഗ്മ ക്യൂ ബിക്കംസ് ഈക്വൽ സിഗ്മ ഇൻറ്റു എ. അപ്പം നമുക്ക് ഫ്ലക്സും കണ്ടുപിടിച്ച് കഴിഞ്ഞു, ആ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് നമ്മൾ കണ്ടുപിടിച്ചത്. ദെൻ വി ക്യാൻ അപ്ലൈ ദ ഗോസ് തിയറം. ദെൻ ബൈ ഗോസ് തിയറം ഫ്ലക്സ് phi is equal to 1/epsilon0 times sigma q. In the place of phi we can write the value 2EA is equal to 1/epsilon times sigma a. ഇവിടെ എയും എയും ക്യാൻസൽ ആയി പോകും. നമുക്ക് കിട്ടുന്ന 2E is equal to 1/epsilon0 times sigma or the strength of electric field E is equal to sigma divided by 2 epsilon naught. ഇത് സ്കെയിലർ ഫോമാണ്. അതായത് നമ്മൾ
ഈ ഷീറ്റിന്റെ സർഫസിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലെ മാറി ഒരു പോയിന്റ് റൈറ്റിലോ ലെഫ്റ്റോ എടുത്താൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആണ് σ/2ε0. ആൻഡ് വി ക്യാൻ എക്സ്പ്രസ് ദാറ്റ് ഇൻ വെക്ടർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഇമാജിൻ എ യൂണിറ്റ് വെക്ടർ r cap in the direction of ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, നേരത്തെ എടുത്ത പോലെ തന്നെ. സോ വെക്ടർ E is equal to ആദ്യം മാഗ്നിറ്റ്യൂഡ് σ/2ε0 ഇൻറ്റു പിന്നീട് വരുന്ന r cap ആയിരിക്കും. അപ്പൊ ഇത് വെക്ടർ ഫോം ആണ്. ദിസ് ഈസ് വെക്ടർ ഫോം ആൻഡ് ദിസ് ഈസ് സ്കെയിലർ ഫോം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഷീറ്റിന്റെ സർഫസിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന പോലെ ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത് അതിനകത്ത് ഇൻവോൾവ് അല്ലല്ലോ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രിക് ഫീൽഡ് at a point never depends on distance of the point from the sheet. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാത്തുള്ള കാലം അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇതിന് ചുറ്റും നിൽക്കുന്ന ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും യൂണിഫോം ആയിരിക്കും. അടുത്ത ഡിസ്കഷൻ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന പ്ലെയിൻ ഷീറ്റിൽ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റില്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പാരലൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഷീറ്റല്ല, യൂണിഫോമായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന രണ്ട് ലാർജ് ഷീറ്റുകൾ ഒന്ന് മറ്റൊന്നിനെ പാരലായിട്ട് അറേഞ്ച് ചെയ്താൽ വാട്ട് അബൌട്ട് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ സറൗണ്ടിങ് റീജിയൻ, അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഒരു ഷീറ്റ് when this uniformly charged the strength of electric field at any point in the surrounding region. അപ്പോൾ നമുക്ക് വേണം ഇവിടെ ഒരു പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എടുക്കാം. ഈ പോയിന്റിലൊക്കെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഫോമുല നമ്മൾ പഠിച്ചു. σ/2ε0. ഇതിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി നമുക്ക് ഷോർട്ട് ചെയ്ത് പറയാം. അപ്പോൾ അതിന്റെ വാല്യൂ σ/2ε0 നമുക്കറിയാം. അപ്പോൾ ഈ വയർ റൈറ്റിലായാലും ലെഫ്റ്റ് പോയിന്റ് എടുത്താലും എല്ലാം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? σ/2ε0. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഷീറ്റ് അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി σ1, സെക്കൻഡ് ഷീറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി σ2. ശരിയല്ലേ? അപ്പോൾ അത് ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഈ ഫസ്റ്റ് പ്ലേറ്റിനും സെക്കൻഡ് പ്ലേറ്റിനും ഇതിന്റെ റീജിയൻ 1 എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് ലെഫ്റ്റിലുള്ള ഒരു സ്ഥലമാണ് റീജിയൻ 1. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ദ ടു ഷീറ്റ്സ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് റൈറ്റിലും ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 റീജിയൻസ് എടുക്കുന്നുണ്ട്. ദിസ് ഫസ്റ്റ് റീജിയൻ, സെക്കൻഡ് റീജിയൻ, തേർഡ് റീജിയൻ. ഇനി നമ്മുടെ റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്ന സമയത്ത് റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2 ഷീറ്റുകളും ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ 1, ഫസ്റ്റ് റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E=E1 + E2. അതിൻ്റെ വാല്യൂസ് കൊടുക്കുക അല്ലേ. E1ന്റെ വാല്യൂ വരുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ E1 ഉണ്ടാക്കുന്ന ഈ ഷീറ്റിലെ ചാർജ് അല്ലേ, അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് σ1/2ε0. രണ്ടാമത്തെ E2 എടുക്കുമ്പോൾ അത് സെക്കൻഡ് ഷീറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് σ2/2ε0. ഡയറക്ഷൻ നോക്കി, ഇത് ലെഫ്റ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആയതുകൊണ്ട് ദിസ് ഈസ് ഓൾസോ മൈനസ്, ഇതും മൈനസ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ടോട്ടൽ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന -1/2ε0 ഇൻറ്റു σ1 + σ2 ആൻഡ് ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ 1. റീജിയൻ 1 E1 നമുക്ക് കൊടുക്കാം. സോ E1 is equal to -1/2ε0 into σ1 + σ2. This is equation number 1. Similarly, when you take the electric field in the second region, that is E2. അപ്പോൾ നമ്മൾ എടുക്കുന്ന സെക്കൻഡ് റീജിയൻ ആയിരിക്കും. അവിടെ ഇലക്ട്രിക് ഫീൽഡ് E2 എടുക്കുമ്പോൾ it is again E1 + E2 equal to E1ന്റെ വാല്യൂ റൈറ്റിലേക്കല്ലേ, അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ σ1/2ε0. പക്ഷേ E2 ലെഫ്റ്റിലോട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് -σ2/2ε0. ആൻഡ് ദിസ് വാല്യൂ ഈസ് 1/2ε0 ഇൻറ്റു σ1 മൈനസ് σ2. സോ ഇൻ ദ സെക്കൻഡ് റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് E2 ഈസ് ഈക്വൽ ടു 1/2ε0 ഇൻറ്റു σ1 മൈനസ് σ2. ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ തേർഡ് റീജിയൻ. In third region also the total electric field E is equal to E1 + E2. In the place of E1 we can value σ1/2ε0 which is towards right. ആരോ നോക്കിയാൽ റൈറ്റിലേക്കല്ലേ, അതുകൊണ്ട് പ്ലസ് ആയിരിക്കും. പ്ലസ് രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്ക് ആയതുകൊണ്ട് അതും പോസിറ്റീവ് സൈനിൽ തന്നെ വരും. അപ്പോൾ σ/2ε0. സോ ദ വാല്യൂ ഈസ് 1/2ε0 ഇൻറ്റു സിഗ്മ. ഇവിടെ നമുക്ക് σ1, ഇവിടെ σ2 ആണ്. σ1 + σ2. സോ E3 is equal to, this is E3 നമുക്ക് എഴുതാം. E3 is equal to
1 divided by 2 epsilon naught into sigma 1 plus sigma 2. And this is equation number 3. ഇത് ഇക്വേഷൻ നമ്പർ 3 അല്ലേ? അപ്പം അങ്ങനെ എല്ലാ റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് റീജിയൻ 1 ഇപ്പോൾ ഒരു പാരലൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ റീജിയൻ 1ലെയും റീജിയൻ 2ലെയും റീജിയൻ 3ലെയും ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഈ ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ആ ഡിഫറെൻറ്റ് കേസസിലെ കേസ് 2ലേക്ക് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത ഡിസ്കസ് ചെയ്യുന്ന കേസ് 2. കേസ് 2 ഇമാജിൻ ചെയ്യുന്നത് ദ ഫസ്റ്റ് പ്ലേറ്റ് ക്യാരീസ് ചാർജ് പ്ലസ് സിഗ്മ ആൻഡ് ദ സെക്കൻഡ് പ്ലേറ്റ് ക്യാരീസ് ചാർജ് സിഗ്മ. ചാർജ് മീൻസ് സിഗ്മ മീൻസ് ചാർജ് ഓൺ യൂണിറ്റ് ഏരിയ. ഇതിൻ്റെ ചാർജ് ഓൺ യൂണിറ്റ് ഏരിയ സിഗ്മ എന്നും രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ ചാർജ് ഓൺ യൂണിറ്റ് ഏരിയ നമ്മൾ അസ്യൂം ചെയ്യുന്നത് മൈനസ് സിഗ്മ എന്നും അസ്യൂം ചെയ്യുക. അപ്പോൾ സിഗ്മ 1 ഈസ് ഈക്വൽ ടു, ഇൻ സെക്കൻഡ് കേസ് we are taking sigma 1 is equal to sigma and sigma 2 is equal to minus sigma. That means the two plates carry equal and opposite charges. അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ റീജിയൻ 1, വാട്ട് അബൌട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻ റീജിയൻ 2 and 3, ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യം വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1, 2 and 3 ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മുടെ റീജിയൻ 1 ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താ? റീജിയൻ 1 ഫസ്റ്റ് റീജിയൻ എടുക്കുന്നെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര കിട്ടുമെന്ന് നോക്കി. ഈ 1 ഈസ് ഈക്വൽ ടു minus 1 by 2 epsilon naught into, in the place of sigma 1 to give the value sigma minus sigma, so this value is equal to 0. In region 2, the electric field E2 is equal to, here 1 by 2 epsilon naught into, second equation of the value കൊടുത്താൽ മതി. So 1 by 2 epsilon naught into sigma 1 place is sigma, ഇവിടെ sigma 2 minus sigma ആയതുകൊണ്ട് പ്ലസ് സിഗ്മ നമുക്ക് കിട്ടും. ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 sigma divided by 2 epsilon naught, that is equal to sigma by epsilon naught. ഇതാണ് സെക്കൻഡ് റീജിയൻ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും 0 അല്ല. ഇനി തേർഡ് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? ഇൻ തേർഡ് റീജിയൻ ദി ഇലക്ട്രിക് ഫീൽഡ് E3 is equal to 1 by 2 epsilon naught into sigma minus sigma equal to 0. So when the two plates carry equal and opposite charges, in region 1 electric field vanishes, in third region electric field vanishes, but electric field can be seen only in the region 2 in between the plates and which is uniform. That electric field is uniform, having the value E is equal to sigma divided by epsilon naught. അപ്പം അങ്ങനെ കേസ് 1 നമ്മൾ പഠിച്ചു, കേസ് 2 കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഗോസ് തിയറത്തിൻ്റെ തേർഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യട്ടെ. തേർഡ് ആപ്ലിക്കേഷൻ കണ്ടില്ലേ? ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെറിക്കൽ ഷെൽ. സ്പെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സർഫസ് ഒന്നുകിൽ കണ്ടക്ടർ ആകാം അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആകാം. തിൻ സ്പെറിക്കൽ ഷെല്ലിൽ ഇപ്പോൾ അതിൻ്റെ ആ സർഫസിൻ്റെ തിക്നെസ് തീരെ കുറവായിരിക്കും, ഇൻസൈഡ് ഹോളോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഷെല്ലിനെ നമ്മൾ യൂണിഫോം ചാർജ് ചെയ്താൽ we have to find out the strength of electric field outside the surface of the shell, then on the surface and also at a point inside the shell. ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഷെല്ലിനെ ഇമാജിൻ ചെയ്യാം. ആൻഡ് the shell is having radius capital R and O is the center, and moreover it is carrying charges uniformly and the total value of charge on the surface of the shell is small q. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ലാണ്. ആൻഡ് ഫോർ ഫൈൻഡിംഗ് ഔട്ട് ദ ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെൽ വി ആർ ഇമാജിനിങ് എ ഗോസിയൻ സ്ഫിയർ അറൌണ്ട് ദ ഷെൽ ഹാവിങ് റേഡിയസ് സ്മോളർ. ആ റേഡിയസ് വരുന്ന ഒരു ഷെല്ലിനെ അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. ഇവിടെ ഡി എസ് പറയുന്ന പിക്ക് ചുറ്റും കൺസിഡർ ചെയ്യുന്ന എലിമെന്ററി ഏരിയയും ആ പോയിന്റിലെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ഇ ആൻഡ് വെക്ടർ ഡി എസ് ടി ടി ഇസിക്കൽ ടു എത്രയായിരിക്കും? 0. ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഗോസിയൻ സ്ഫിയറിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സ്ഫിയർ, ഫ്ലക്സ് ഓഫ് ദ ഗോസിയൻ സ്ഫിയർ എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഇത്ര വരുന്നത് ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ്, എക്സ്പാൻഷൻ ഓഫ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0.
So the flux value becomes phi is equal to surface integral E ds. ഇനി നമ്മൾ നോക്കുന്നേ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഗോസിയൻ സ്ഫിയർ അല്ലേ, അതിന്റെ സർഫസിൽ ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇ എന്ന് പറയും. ഈ സർഫസിന് എവിടെ പോയിന്റ് നമ്മൾ എടുത്താലും ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട്, സെയിം ആയതുകൊണ്ട് all along the surface the strength of electric field is a constant. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം? We can take E outside the integration. So E into surface integral ds നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. But you know surface integral ds is equal to ds എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗോസിയൻ സ്ക്വയറിന്റെ എലിമെന്ററി ഏരിയ ആണ്. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഗോസിയൻ സർഫസിന്റെ മൊത്തം ഏരിയ കിട്ടത്തില്ലേ. ഗോസിയൻ സർഫസ് സ്പെറിക്കൽ ഷേപ്പിലായതുകൊണ്ട് ആർ അതിന്റെ റേഡിയസ് സ്മോൾ അതിന്റെ റേഡിയസ് ആണെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ds is equal to how much? 4 pi r squared. So flux becomes E into 4 pi r squared and this is equation number 1. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗോസ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ഷെല്ലിലെ ചാർജാണ്. ഈ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഗോസ് സർഫസിന്റെ ഉള്ളിൽ വരുന്നത് കൊണ്ട് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസ് സർഫസ് ഈസ് ടേക്കൺ ആസ് ക്യൂ. ഇത് നമുക്ക് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് എൻക്ലോസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പോകുന്നേ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സ്പിയർ. അതുകൊണ്ട് സിഗ്മ ക്യൂവിന്റെ വാല്യൂ നമുക്ക് എത്ര കൊടുക്കാം? ക്യൂ എന്ന് എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഫൈ ഉണ്ട്, ടോട്ടൽ ചാർജ് ഇൻസൈഡ് ഗോസ് സർഫസ് ഉള്ളത് കൊണ്ട് വി ക്യാൻ അപ്ലൈ ദ ഗോസ് തിയറം. സോ ബൈ ഗോസ് തിയറം phi is equal to 1 by epsilon naught times sigma q എന്നല്ലേ. അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. ഫൈയുടെ പ്ലേസ് കൊടുക്കുന്ന വാല്യൂ എന്താ? E into 4 pi r squared is equal to റൈറ്റ് സൈഡിൽ 1 by epsilon naught times q നമുക്ക് കൊടുക്കാം. സിഗ്മ ക്യൂന് q എന്നല്ലേ കൊടുക്കുക അല്ലേ. സോ വാട്ട് അബൌട്ട് E? E is equal to, therefore E is equal to 1 by 4 pi epsilon naught into q by r squared. ഇത്രയേ ഉള്ളൂ. E is equal to 1 by 4 pi epsilon naught into q by r squared. ഈ ഫോം കിട്ടിയില്ലേ. അപ്പോൾ അവിടെ ഈ ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് ഇമാജിൻ ചെയ്താൽ ഇത് വേണേൽ നമുക്ക് വെക്ടർ ഫോമിൽ എഴുതാം അല്ലേ. അപ്പോൾ വെക്ടർ ഫോം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് വെക്ടർ E is equal to 1 by 4 pi epsilon naught into q by r squared into r cap. അപ്പോൾ നമുക്ക് സ്കെയിലർ ഫോമിലും വെക്ടർ ഫോമിലും നമുക്കിത് എഴുതാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് എടുക്കാം അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കേസ് വരുന്നത് ഫീൽഡ് ഓൺ ദ സർഫസ്. ഫീൽഡ് ഓൺ ദ സർഫസ് എടുക്കുമ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർഫസിൽ വരും അല്ലേ, ഇവിടെ വരും. പോയിന്റ് പി ഇവിടെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഫീൽഡ് ഓൺ ദ സർഫസ് എടുക്കുമ്പോൾ സ്മോൾ ആർ ബിക്കംസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അതായത് നമ്മൾ ഫീൽഡ് കണ്ടുപിടിക്കുന്ന പോയിന്റിലേക്കാൾ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഇല്ലേ, അത് ഷെല്ലിന്റെ റേഡിയസിന് ഈക്വൽ ആണ്. സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. സോ അതിനകത്ത് ഈ സ്മോൾ നമ്മുടെ ഇക്വേഷനകത്ത് സ്മോൾ ആറിന് വരും ക്യാപിറ്റൽ ആർ കൊടുത്താൽ പോരെ. സോ ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിക്കംസ് 1 by 4 pi epsilon naught into q by capital R squared. ഇതാണ് സർഫസിൽ കണ്ടുപിടിക്കുക ഫീൽഡ് ഓൺ ദ സർഫസ്. അപ്പോൾ ഈ ഷെല്ലിന്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഫോമുലയാണ് 1 by 4 pi epsilon naught q by capital R squared ആയിരിക്കും. അത് വെക്ടർ ഫോമിൽ വേണ്ട, സ്കെയിലർ ഫോമിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പോകുന്നേ ഫീൽഡ് ഓൺ ദ സർഫസ്. ഫീൽഡ് ഓൺ ദ സർഫസ് അല്ല, ഫീൽഡ് അറ്റ് എ പോയിന്റ് inside. Field at a point inside the surface. അതായത് സർഫസിനകത്തുള്ള പോയിന്റ് ആണ്. അപ്പം നമ്മൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ആദ്യം ഇവിടെ എടുക്കുന്നു, പിന്നെ ഇവിടെ എടുത്ത് ഇനിയും ഉള്ളിലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് ഒ പി ആർ ആണെങ്കിൽ ആ റേഡിയസ് വരുന്നിട്ട് ഗോസിയൻ സ്പിയറിനെ ഇവിടെ അവസ്ഥയും ചെയ്യണ്ടേ? വേണമല്ലോ. വെൻ യു ആർ considering the Gaussian sphere through this point, this Gaussian sphere never encloses any charge. അതുകൊണ്ട് പ്രത്യേകത നമ്മുടെ ഇമാജിൻ ചെയ്യുന്ന ഗോസിയൻ സ്പിയറിനകത്തോട് എന്തില്ല, ചാർജ് ഇല്ലാത്തത് കൊണ്ട് സിഗ്മ ക്യൂ എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ സിഗ്മ ക്യൂ 0 ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈ ഈസ് ഈക്വൽ ടു 1 by epsilon naught ടൈംസ് സിഗ്മ ക്യൂ എന്നല്ലേ ആണല്ലോ. ഈ ഫൈയുടെ പ്ലേസിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ദാറ്റ് ഈസ് സർഫസ് ഇന്റഗ്രൽ വെക്ടർ ഇ ഡോട്ട്
വെക്ടർ ഡി എസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് സിഗ്മ ക്യൂ എന്ന് കൊടുത്താൽ സിഗ്മ ക്യൂ 0 ആയിട്ട് മാറുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രത്യേകത എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഡി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഷെല്ലിൻ്റെ പ്രത്യേകത കണ്ടല്ലോ. ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവരുടെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയിരിക്കും, ബട്ട് ഇൻസൈഡ് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പം ഒരു ഷെല്ലിനകത്തുള്ള ഒരു പോയിന്റിൽ പോലും എന്തില്ല, ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ നോക്കുന്നേ ഒരു ഷെല്ലിൻ്റെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട് സൈഡും സർഫസിലെ ഉള്ളിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ വരും നമുക്ക് നോക്കാം അല്ലേ. അപ്പം നമുക്കറിയാം ഒരു ഷെല്ലിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇത് സെൻറ്ററാണ്, ഇത് അതിൻ്റെ ബൗണ്ടറിയാണ്. ലെഫ്റ്റ് ലൈറ്റ് ആണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ, ആ ഡിസ്റ്റൻസ് ഈസ് ആർ അല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ സെൻറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വരയ്ക്കും നോക്കി, ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പം ഇത് സെൻറ്റർ, ഈ ലൈനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുക. പിന്നെ 2 ഡോട്ട് ലൈൻസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പം ഇത് ഈ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലൈൻസ് ആയി വരച്ചിരിക്കുന്നുണ്ടല്ലേ. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ക്യാപിറ്റൽ ആർ, ഇത് ക്യാപിറ്റൽ ആർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ 2 ഡോട്ട് ലൈൻസിലേക്കുള്ള സ്പേസ് ശരിക്കും ഈ ഷെല്ലിൻ്റെ ഇൻസൈഡ് റീജിയനെ കാണിക്കാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. ഇനി ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് റൈറ്റിലേക്ക് ഡിസ്റ്റൻസ് എടുക്കാം, ലെഫ്റ്റിലേക്ക് നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാം അല്ലേ. അപ്പം ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുമ്പം ആറ് എന്നല്ലേ എടുക്കുക, ആ ഡിസ്റ്റൻസ് റൈറ്റിലോട്ടും എടുക്കാം, 6 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റിൽ കാണുന്ന പ്രത്യേകം എന്ന് പറയുന്നത് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, സർഫസി മാക്സിമം. പിന്നീട് ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ച് എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ആദ്യം നമ്മൾ കാണുന്ന സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയിരിക്കും. ഇനി ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രത്യേകത എന്താ അവിടെ കണ്ടത്? ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡിനകത്ത് കണ്ട E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² എന്നല്ലേ. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടുമ്പം R കൂടിക്കൊണ്ടിരുന്നാൽ ഈ പ്രൊപ്പോർഷണൽ 1/r² അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നതാണ് അല്ലേ. അപ്പോൾ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് പറഞ്ഞ റിലേഷൻ അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിക്രീസിങ് ഔട്ട് സൈഡ് ആയിരിക്കും അല്ലേ. ഇവിടെ ഒരു സിമെട്രി ഉണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡിലോട്ട് വേരിയേഷൻസ് ഉണ്ടാകാം. അതുകൊണ്ട് ലെഫ്റ്റിലോട്ട് നമുക്ക് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുക. ഹിയറും നമുക്ക് എഴുതാം ഈ പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് കാണുന്ന ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, സർഫസിൽ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് സിമെട്രിക്കലായിട്ട് 2 സൈഡിലും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അക്കോർഡിംഗ് റിലേഷൻ ഈ പ്രൊപ്പോർഷണൽ 1/r². അപ്പം അങ്ങനെ ഗോസ് തിയറത്തിന്റെ 3 ആപ്ലിക്കേഷനും ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.